തൃശൂർ മറ്റത്തൂരിൽ ബിജെപി പിന്തുണയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് ഇന്ന് രാജി സമർപ്പിക്കും. വിമതയായി മത്സരിച്ച ടെസി മാത്യുവിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ കഴിയില്ല എന്നായിരുന്നു വിമതപക്ഷത്തിന്റെ പ്രധാന ഡിമാൻഡ്. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസിനെ രാജിവെപ്പിച്ചുകൊണ്ടുള്ള KPCCയുടെ സമവായം. ബിജെപിയുമായി സഖ്യം ചേർന്ന് വോട്ട് ചെയ്ത പഞ്ചായത്ത് അംഗങ്ങൾ തെറ്റേറ്റു പറഞ്ഞാൽ ഇവർക്ക് പാർട്ടിയിലേക്ക് തിരിച്ചുവരാൻ അവസരമൊരുക്കുമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഗുഡ് മോർണിംഗ്. മറ്റത്തൂർ വലിയ രീതിയിൽ കോൺഗ്രസിന് നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട്. CPM ഒക്കെ വലിയ ആരോപണങ്ങളാണ് കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് KPCC ഒരു ദൗത്യമായി തന്നെ റോജി M. ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനെ ഇക്കാര്യം ഏൽപ്പിച്ചിട്ടുള്ളത്. എന്താണ് അവരുടെ സമവായ ഫോർമുല? ഇന്നത്തെ റോജി ജോൺ MLA നേതൃത്വത്തിലുള്ള സംഘം മറ്റത്തൂരിലെത്തി ഈ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ച് അവരൊരു ധാരണയിലെത്തിയിരിക്കുകയാണ്. അത് പ്രകാരം വൈസ് പ്രസിഡന്റ് ഇന്ന് തന്നെ രാജിവെക്കും. അങ്ങനെ BJPയുമായിട്ടുള്ള ഒരു സഖ്യം വേണ്ട എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ്. അത് ഇന്നലെ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ റോജി M. ജോൺ അത് ആവർത്തിക്കുകയും ചെയ്തു. BJPയുമായോ അല്ലെങ്കിൽ മറ്റ് ഏതൊരു സഖ്യവുമായോ മറ്റേതൊരു പാർട്ടിയുമായോ സഖ്യമുണ്ടാക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയും KPCC നിലപാടെടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇവരുമായി ചർച്ച നടത്തി. ആ ചർച്ചയ്ക്കൊടുവിലാണ് ഈ നൂർജഹാൻ വൈസ് പ്രസിഡന്റ് രാജിവെക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ ടെസി മാത്യു പ്രസിഡന്റ് സ്ഥാനത്തുള്ള ടെസി മാത്യു വിമത സ്ഥാനാർത്ഥിയായതിനാൽ വിമതയായി മത്സരിച്ചതിനാൽ അവർക്ക് രാജിവെക്കാൻ കഴിയില്ല. പക്ഷേ 6 മാസത്തിന് ശേഷം ഈ LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അപ്പോൾ എന്തായിരിക്കും നിലപാടെന്ന് അപ്പോൾ അറിയിക്കാം എന്നുകൂടി റോജി M. ജോൺ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പുറത്താക്കിയ 8 കോൺഗ്രസ് നേതാക്കളാണ് ഈ രാജിവെച്ചത്. ഇവരെ തിരിച്ചെടുക്കുന്നതടക്കം തീരുമാനിക്കും. അതിനു മുൻപ് ഇവർ അവരുടെ തെറ്റ് ഏറ്റുപറഞ്ഞ് തിരികെ വന്നു കഴിഞ്ഞാൽ വേണ്ട നടപടികൾ സ്വീകരിച്ച് പാർട്ടിയിലേക്ക് എടുക്കും എന്ന നിലപാടിൽ തന്നെയാണ് KPCCയും എത്തി നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ റോജി M. ജോണിന്റെ നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തുകയും സമവായത്തിലാകുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് തന്നെ രാജിവെക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, നവമിയാണ് വിവരങ്ങൾ നൽകിയത്.